Next, fifth question. Integral over C. Evaluate integral over C log z dz where C is mod z equal to 1. Okay. അപ്പോൾ നമുക്ക് ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കർവ് എന്ന് പറയുന്നത് മോഡ് z ഈക്വൽ ടു 1 ആണ് നമ്മുടെ കർവ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്തുമായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ മോഡ് z ഈക്വൽ ടു ആർ ആണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് ആർ ഇ റൈസ് ടു ഐ തീറ്റ. മോഡ് z ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ആർ റേഡിയസ് ഉള്ള സർക്കിൾ. മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് ഉള്ള സർക്കിൾ. ദാറ്റ് മീൻസ് യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഇസഡ് എന്തുവാകും? മോഡ് z ഈക്വൽ ടു ആർ ആണെങ്കിൽ ഇസഡ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. മോഡ് z ഈക്വൽ ടു 1 ആണെങ്കിൽ ഇസഡ് 1 ഇ റൈസ് ടു ഐ തീറ്റ. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ തീറ്റ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി ലോഗ് ഇസഡ് ഡി ഇസഡ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ലോഗ് ഇസഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കാം. ഇസഡ് ഇ റൈസ് ടു ഐ തീറ്റ ആണെങ്കിൽ ഡി ഇസഡ് അതിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കണ്ടേ? ഡി ഇസഡ് എന്ത് വരും? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി ഇസഡ്. ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് തീറ്റ ഐ കോൺസ്റ്റൻറ്റ് ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഡൗട്ടില്ലല്ലോ, നമ്മൾ നേരത്തെ ഈ സെയിം ആണ് ചെയ്തത്. ഓക്കെ. അപ്പം ലോഗ് ഇസഡിന് പകരം ഞാൻ ഇ റൈസ് ടു ഐ തീറ്റ കൊടുത്തു. ഡി ഇസഡിന് പകരം എന്ത് കൊടുക്കാം? ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. തീറ്റയാണ് വേരിയേഷൻ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് ഉള്ള സർക്കിളാണ്, മീൻസ് യൂണിറ്റ് സർക്കിളാണ്. സർക്കിളിൻ്റെ ആംഗിൾ വേരി ചെയ്യുന്നത് 0 മുതൽ 2π വരെയാണ്. മനസ്സിലാക്കി എഴുതണം. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 ടു 2π. വാട്ട് ഈസ് ലോഗ് ഇ റൈസ് ടു ഐ തീറ്റ? നമുക്ക് റിസൾട്ട് ഉണ്ട്. ലോഗ് ഇ റൈസ് ടു എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. ലോഗറിതമിക് ഫംഗ്ഷൻസ് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ റിലേറ്റഡ്. ഇ റൈസ് ടു ലോഗ് എക്സും എന്തുമായിരിക്കും? ഇ റൈസ് ടു ലോഗ് എക്സിൻ്റെ വാല്യൂവും എക്സ് ആയിരിക്കും. മുകളിൽ എന്തുവാണ് അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇ റൈസ് ടു ലോഗ് ഇ റൈസ് ടു ഐ തീറ്റയുടെ വാല്യൂ എന്തുവാണ്? ഐ തീറ്റ. മുകളിൽ എന്താണ് കിടക്കുന്നത് അത് വരും. ലോഗ് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ ഐ തീറ്റ ഇൻറ്റു ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു ഈ രണ്ട് ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ ഇൻറ്റു ഐ മീൻസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് അല്ലേ, നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ 0 ടു 2π. തീറ്റ അവിടെ ഉണ്ട്. ഇ റൈസ് ടു ഐ തീറ്റ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്തോ എഴുതും? ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആക്കിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 ടു 2π. തീറ്റ അകത്തോട്ട് കൊടുക്കാം. തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ കോൺസ്റ്റൻറ്റ്. തീറ്റ അകത്തോട്ട് ഐ ഇൻറ്റു കോസ് തീറ്റ ചെയ്യണം. തീറ്റ ഇൻറ്റു കോസ് തീറ്റ, തീറ്റ കോസ് തീറ്റ. തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ, ഐ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ. ഓക്കെ. ഡി തീറ്റ. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഇൻ്റഗ്രലിൻ്റെ അകത്ത് 2 ടേമുകളുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി നമുക്ക് കോംപ്ലക്സിലും സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് 2 ടേം വന്നു. സോ നമുക്ക് 2 ടേമിന് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈ മൈനസ് എഴുതാൻ മറക്കല്ലേ. ഇൻ്റഗ്രൽ 0 ടു 2π തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് എഴുതണം. പ്ലസ് ഇവിടെയും ചെയ്യണം. ഇവിടെ ചെയ്യുമ്പം ഐ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓവർ 0 ടു 2π തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. മനസ്സിലായാലും ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ജി ഓഫ് ഇസഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി ഓഫ് ഇസഡ്. രണ്ടും നമുക്ക് അകത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെ അകത്തോട്ട് ഇവിടെ കൊടുത്തപ്പോൾ ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ പുറത്ത് എഴുതി വെച്ചു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പോളിനോമിയൽ ഇൻറ്റു ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നു. സോ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നു. നമ്മളിവിടെ സാധാരണ ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഒരു 2 ടേമിൻ്റെ പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷൻ ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് സാധാരണ അപ്ലൈ ചെയ്യുന്ന? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതൊന്നും നമുക്ക് വേണ്ട. ഇവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു പോളിനോമിയൽ ഇൻറ്റു ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ബെർണോളിയസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. സിമ്പിളാണ്, ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ തീറ്റ അതുപോലെ എഴുതുക. കോസ് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ എന്തുവാണ്? ഇൻ ടേംസ് ഓഫ് തീറ്റ സൈൻ തീറ്റ. അത് കഴിഞ്ഞു. ഇനി മൈനസ് ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും കൊടുക്കുകയാണ് ബെർണോളിയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പ്ലസ് കൊടുത്തതുകൊണ്ട് ആദ്യം, പിന്നെ മൈനസ്. ഇനി ഇങ്ങോട്ട് നമ്മൾ നോക്കേ വേണ്ട. തീറ്റയുടെ ഡെറിവേഷൻ ഇൻ്റഗ്രേഷൻ അങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് പോകുന്നത്. ഇനി അവിടെ നോക്കണ്ട. ആദ്യം ഞാൻ എന്തോ ചെയ്തു? ആ തീറ്റ അതുപോലെ എടുത്ത് എഴുതി. കോസ് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ എഴുതി, സൈൻ തീറ്റ. ഇനി ഈ തീറ്റയുടെ ഡെറിവേഷൻ എന്തുവാണ്? ഇൻ ടേംസ് ഓഫ് തീറ്റ 1 ആണ്. ഇൻറ്റു കോസ് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ. ഈ തീറ്റയുടെ ഡെറിവേഷൻ എഴുതി. ഇനി ഈ സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ എഴുതും. സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ എന്തുവാണ്?
മൈനസ് കോസ് തീറ്റ. അത് കഴിഞ്ഞു. ഇനി ഇവിടെ മൈനസ് കൊടുത്തുകൊണ്ട് ഞാൻ ഇനി പ്ലസ് കൊടുക്കും. ഇനി ഇവിടെ കിടക്കുന്ന ആളുടെ ഡെറിവേഷൻ, പിന്നെ ഇവിടെ കിടക്കുന്ന ആളുടെ ഇൻറ്റഗ്രേഷൻ, അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. 1ൻ്റെ ഡെറിവേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ എന്തുവാണ്? 0 ആയിപ്പോയി. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ വെച്ച് നിർത്താം. അപ് ടു ദ ലിമിറ്റ് എന്തുവാണ്? 0 to 2π. ഓക്കെ, പ്ലസ് i ഇൻറ്റു ഇവിടെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതാം, ഫസ്റ്റ് തീറ്റ അതുപോലെ എഴുതാം. സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ മൈനസ് കോസ് തീറ്റ. ഇനി നമ്മൾ മൈനസാണ് കൊടുക്കുന്നത്. തീറ്റയുടെ ഡെറിവേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ 1 ഇൻറ്റു മൈനസ് കോസ് തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ. ഇവിടെ കിടക്കുന്നതിൻ്റെ ഡെറിവേഷൻ എഴുതും, രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ എഴുതും, പിന്നെ പ്ലസ് കൊടുക്കും. അങ്ങനെ ഡെറിവേഷൻ ഇൻറ്റഗ്രേഷൻ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും കൊടുത്ത് എൻഡ് ചെയ്യുന്നത് വരെ പോകും. ഇനി മൈനസ് കോസ് തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ. കോസ് തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പം ഒരു മൈനസും കൂടെ ആകുമ്പം മൈനസ് സൈൻ തീറ്റ. തെറ്റിപ്പോരുതേ. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ മൈനസ് കൊണ്ട് കൊടുത്തു, ഇനി പ്ലസ് കൊടുക്കും. ഇനി 1ൻ്റെ ഡെറിവേഷനാണ്. 1ൻ്റെ ഡെറിവേഷൻ 0 ആയിപ്പോയി. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അപ് ടു ദ ലിമിറ്റ് 0 to 2π. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കുവാണ്. ഫ്രണ്ടിൽ ഒരു മൈനസ് ഉണ്ട്, വിട്ടു പോരുത്. ആദ്യം ഇതിനെല്ലാം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2π കൊടുക്കണം. 2π കൊടുക്കുമ്പോൾ എന്ത് വരും? തീറ്റയ്ക്ക് 2π കൊടുക്കാം. 2π ഇൻറ്റു സൈൻ 2π. അത് കൊടുക്കേണ്ട കാര്യമില്ല. സൈൻ നമുക്കറിയാം, സൈൻ nπയുടെ വാല്യൂ എന്തുമായിരിക്കും? സൈൻ nπയുടെ വാല്യൂ 0. സൈൻ ഏത് പൈ വന്നാലും 0 ആണ്. അതേസമയം കോസ് nπയുടെ വാല്യൂ എന്തുവാണ്? -1/n ആണ്. ഓക്കെ, അപ്പം സൈൻ 2π. ഇനി ആദ്യം ഇവിടെ എല്ലാം 2π കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ 2π 0 ആയതുകൊണ്ട് ആദ്യത്തത് 2π ഇൻറ്റു സൈൻ 2π 0 ആയതുകൊണ്ട് 0 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി ഈ പ്ലസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി. 1 ഇൻറ്റു കോസ് തീറ്റ, 1 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ആ തീറ്റയ്ക്ക് 2π കൊടുക്കുമ്പോൾ കോസ് 2π വരും. കോസ് 2π എന്തുവാണ്? കോസ് 2π എന്ന് പറഞ്ഞാൽ -1/2 ആണ്. കോസ് nπ എന്ന് പറഞ്ഞാൽ -1/n ആണ്. കോസ് 2π എന്ന് പറഞ്ഞാൽ -1/2 ആണ്. -1 ഈവൻ പവർ എപ്പോഴും 1 ആയിരിക്കും. -1 ഓഡ് പവർ എപ്പോഴും -1 ആയിരിക്കും. അപ്പം കോസ് 2πയുടെ വാല്യൂ എന്തുവാണ്? 1 വരും. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് അവിടെ കഴിഞ്ഞു. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം തീറ്റയ്ക്ക് 0 ആണ് കൊടുക്കുന്നത്. ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം എന്തുവായിപ്പോയി? 0 ആയിപ്പോയി. ഈ മൈനസും എഗെയിൻ പ്ലസ്. ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ കോസ് 0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് അവിടെ അപ്പർ ലിമിറ്റും മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തു. ഇനി പ്ലസ് i ഇൻറ്റു ഇവിടെ ആദ്യം എല്ലാത്തിനും അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 2π ഇൻറ്റു മൈനസ് ഇവിടെ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് തീറ്റ കോസ് തീറ്റ വരും. ഓക്കെ, തീറ്റയ്ക്ക് എല്ലാം 2π കൊടുക്കുമ്പം -2π കോസ് 2π. കോസ് 2πയുടെ വാല്യൂ എന്തുവാണെന്ന് അറിയാം? 1 ആണെന്ന് അറിയാം. അപ്പം മൈനസ് ഫ്രണ്ടിൽ എഴുതുക. 2π ഇവിടെ തീറ്റയ്ക്ക് 2π കൊടുക്കുന്നു. 2π കോസ് 2πയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ -2π. ഈ മൈനസും ചേർന്ന് എഗെയിൻ പ്ലസ്. സൈൻ 2πയുടെ വാല്യൂ എന്തുവാണ്? സൈൻ ഏത് പൈ എടുത്താലും 0 ആണ്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ തീറ്റയ്ക്ക് ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും. എഗെയിൻ മൈനസും പ്ലസ് ആയി. സൈൻ 0 ആണ്. 1 ഇൻറ്റു മൈനസും പ്ലസ് ആയി. 1 ഇൻറ്റു സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അത് വേണ്ട. ഓക്കെ, അപ്പോൾ എന്ത് വരും? മൈനസ് ഫ്രണ്ടിലുണ്ട്. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഇനി i ഇൻറ്റു -2π എന്ന് പറയുമ്പോൾ എന്ത് വരും? -2πi വരും. ബാക്കിയുള്ളതെല്ലാം 0 ആയി പോകത്തില്ലേ? അപ്പോൾ 1 - 1 0 ആയിപ്പോയി. ഈ മൈനസും ചേർന്ന് എന്തുവായി? പ്ലസ് ആയി. +2πi. മനസ്സിലായോ? ഓക്കെ, ഈ കോസ് ആംഗിളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഡൗട്ട് ആണെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ KTU 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c z+2 ഡിവൈഡഡ് ബൈ z dz വെയർ c ഈസ് മോഡ് z = 2. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ വന്ന കോഷി ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ലൈൻ ഇൻ്റഗ്രലിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം. യൂസിങ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയും. എടുത്ത് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ വന്ന കോഷി ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കർവ് മോഡ് z = 2 ആണ്. മോഡ് z = 2 എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ഉള്ള സർക്കിളാണ്.
ഓക്കെ, 2 റേഡിയസ് ഉള്ള സർക്കിൾ. മോഡ് z ഈക്വൾ ടു 2 എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൾ ടു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മോഡ് z ഈക്വൾ ടു r ആണെങ്കിൽ z എന്ന് പറയുന്നത് r e റേസ് ടു i തീറ്റ. മോഡ് z ഈക്വൾ ടു r എന്ന് പറഞ്ഞാൽ എന്തുവാണ്? r റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പം മോഡ് z ഈക്വൾ ടു 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2 റേഡിയസ് ഉള്ള സർക്കിൾ. പിള്ളേർ എപ്പോഴും മറന്നു പോകുന്നതാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം z ഇവിടെ r e റേസ് ടു i തീറ്റ ആണെങ്കിൽ ഇവിടെ മോഡ് z ഈക്വൾ ടു 2 ആണെങ്കിൽ z എന്ത് വരും? 2 e റേസ് ടു i തീറ്റ. ഓക്കെ, അപ്പം ഇത് സർക്കിൾ അല്ലേ, 2 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ആംഗിൾ വേരിയേഷൻ തീറ്റ വേരി ചെയ്യുന്നത് 0 to 2π വരെയാണ്. ഓക്കെ, അപ്പോൾ ഡി സെഡും കൂടെ കണ്ടുപിടിക്കാം. ഇസഡ് ഇ റൈസ് ടു ഐ തീറ്റ ആണെങ്കിൽ ഡി സെഡ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡി സെഡ് എന്ത് വരും? 2 കോൺസ്റ്റൻറ്റ് ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡിഫറൻസിയേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇസഡിൻ്റെ ഡിഫറൻസിയേഷൻ ഡി സെഡ്, 2 e റൈസ് ടു ഐ തീറ്റയുടെ ഡിഫറൻസിയേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ, 2 കോൺസ്റ്റൻറ്റ് ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡിഫറൻസിയേഷൻ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? z+2 ഡിവൈഡഡ് ബൈ z ആണ്. z എന്തുവാണെന്ന് നമുക്കറിയാം, 2 e റൈസ് ടു ഐ തീറ്റ ആണെന്ന് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഇസഡിന് പകരം 2 ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് 2 അവിടെ ഉണ്ട്. ഇസഡിന് പകരം എഗെയിൻ 2 ഇ റൈസ് ടു ഐ തീറ്റ. എല്ലാം നമ്മൾ തീറ്റയുടെ ടേംസിലോട്ട് മാറ്റണം. കാരണം നമ്മുടെ കർവ് എന്ന് പറയുന്നത് 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പോൾ ഇസഡിന് ഞാൻ അങ്ങോട്ട് മാറ്റി. ഇസഡ് 2 ഇ റൈസ് ടു ഐ തീറ്റ ആയതുകൊണ്ട് ഡി ഇസഡിന് പകരം കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഇസഡിന് പകരം ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ മുകളിൽ നിന്ന് 2 കോമൺ എടുത്തൂടെ? 2 കോമൺ എടുക്കുമ്പം ആ 2 താഴത്തെ ഈ 2 കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ മുകളിൽ എന്ത് വരും? ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഐ തീറ്റ. 2 കോമൺ എടുത്ത് മുകളിലത്തും താഴത്തും കട്ട് ചെയ്ത് കളഞ്ഞു. ഇൻ്റഗ്രൽ ഓവർ സി z+2 ഡിവൈഡഡ് ബൈ z ഡി സെഡിന് ഇൻ്റഗ്രൽ ഓവർ നമ്മൾ തീറ്റ ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ 0 to 2π. ഈ ഫംഗ്ഷൻ അതുപോലെ z+2 ഡിവൈഡഡ് ബൈ സെഡിന് ഞാൻ 2 കോമൺ എടുത്ത് കട്ട് ചെയ്തിട്ടുള്ള ടേമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡി സെഡിന് 2i ഇ റൈസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ എഗെയിൻ 2i കോൺസ്റ്റൻ്റ് ആണ്, 2i പുറത്തിടാം. ഇവിടെ ഇ റൈസ് ടു ഐ തീറ്റയും ഇവിടുത്തെ ഇ റൈസ് ടു ഐ തീറ്റയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2i പുറത്തിട്ടു. ഇ റൈസ് ടു ഐ തീറ്റ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. ഇ റൈസ് ടു ഐ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. കൂടെ ഒരു +1 ഉണ്ട്, +1 ഡി തീറ്റ. മനസ്സിലായോ അത്? ഓക്കെ, അപ്പം 2i നമ്മുടെ പുറത്തുണ്ട്. 2i പുറത്തുണ്ട്. ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. നമ്മുടെ ടേം എന്തുമായിരുന്നു? ടേം എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ +1 ആയിരുന്നു. വിച്ച് ഇസ് ഈക്വൾ ടു 2i പുറത്തുണ്ടായിരുന്നു. നമ്മുടെ ഇൻ്റഗ്രൽ 0 to 2π ഞാൻ ഇങ്ങോട്ട് എഴുതാം. 0 to 2π കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ +1 ആയിരുന്നു, ഡി തീറ്റ ആയിരുന്നു. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം 2i കോസ് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ, കോസ് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ സൈൻ തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഐ കോൺസ്റ്റൻറ്റ് സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് തീറ്റ. 1ൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ അപ് ടു ദ ലിമിറ്റ് 0 to 2π. ഓക്കെ, 2i എഗെയിൻ പുറത്തുണ്ട്. ആദ്യം ഈ തീറ്റയ്ക്കെല്ലാം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2π അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പം സൈൻ 2πയുടെ വാല്യൂ സൈൻ എനി പൈ, ഏത് പൈ വന്നാലും ആൻസർ 0 ആണ്. മൈനസ് ഐ ഇൻറ്റു കോസ് 2πയുടെ വാല്യൂ -1 ഹോൾ റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു ഈവൻ പവർ എപ്പോഴും 1 ആയിരിക്കും. അപ്പം സൈൻ 2π 0 ആയി. മൈനസ് ഐ കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം -i × 1 എന്ന് പറഞ്ഞാൽ -i. തീറ്റയ്ക്ക് 2π കൊടുത്തു. അപ്പർ ലിമിറ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം സൈൻ 0യുടെ വാല്യൂ 0 ആണ്. മൈനസ് ഐ കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ -i × 1 എന്ന് പറഞ്ഞാൽ -i. തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ +0 വരും. അപ്പം 0 - i വന്നു ലോവർ ലിമിറ്റ് കൊടുത്തപ്പം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ -i + 2π മൈനസ് പ്ലസ് ഐ ആയി. അപ്പോൾ ആ -iയും +iയും ഇതാ കട്ട് ചെയ്ത് പോയി. ആൻസർ അകത്ത് 2π മാത്രമായി. പുറത്ത് 2i ഉണ്ട്. ദാറ്റ് ഈസ് 2i × 2π എന്ന് പറഞ്ഞാൽ 4πi. ഓക്കെ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 1/z dz ഈക്വൽ ടു πi വെയർ സി ഈസ് ദ സെമി സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 എബവ്. ഓക്കെ, വെയർ ഇത് നമുക്ക് ഷോ ചെയ്യാനാണ്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ πi കിട്ടും. സി എന്ന് പറയുന്ന സെമി സർക്കിളാണ്. മോഡ് z ഈക്വൽ ടു 1 ആണ്. സെമി സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 എബവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എബവ് ആകുമ്പോൾ എങ്ങനെ വരും? മോഡ് z ഈക്വൽ ടു 1 ആകുമ്പം അത് 1 റേഡിയസ് ഉള്ള സർക്കിളാണെന്ന് പറഞ്ഞ് യൂണിറ്റ് സർക്കിളാണ്. ഇവിടെ -1, ഇവിടെ i ആയിരിക്കും. സി എന്ന സെമി സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 എബവ് മുകളിലാണ്. അപ്പം സെമി സർക്കിൾ മുകളിലുള്ളത് ഇങ്ങനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്.
അതിൻ്റെ ആംഗിൾ വേരി ചെയ്യുന്നത് ഡയറക്ഷൻ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സർക്കിൾ സാധാരണ ഇങ്ങനെയല്ലേ തുടങ്ങുന്നത്. അപ്പം 0 ഇത് π/2 ആണ്, ഇവിടത്ത് π വരും. അപ്പം തീറ്റ വേരി ചെയ്യുന്ന ഇവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? സെമി സർക്കിൾ എബോവ് ആകുമ്പം 0 to π വരെ ആയിരിക്കും. മോഡ് z = 1 ആണെങ്കിൽ z 1 e⁻i⁻θ എന്ന് പറഞ്ഞാൽ e⁻i⁻θ. ഞാൻ എഗെയിൻ ഒന്നും കൂടെ പറയുന്നത് z മോഡ് z = r എന്ന് പറഞ്ഞാൽ r റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പം z എന്ന് പറയുന്നത് r e⁻i⁻θ ആണ്. അപ്പം മോഡ് z = 1 എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് ഉള്ള സർക്കിളാണെങ്കിൽ അപ്പം z = 1 e⁻i⁻θ. സെമി സർക്കിൾ എബോവ് ആയതുകൊണ്ട് തീറ്റ വേരി ചെയ്യുന്നത് 0 മുതൽ π വരെ. ഇനി ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. dz എന്ത് വരും? z e⁻i⁻θ ആണെങ്കിൽ dz ന്റെ ഡെറിവേറ്റീവ് dz, e⁻i⁻യുടെ ഡെറിവേറ്റീവ് i e⁻i⁻θ dθ. ഇനി 1/z വേണം. നമ്മുടെ ഫംഗ്ഷൻ 1/z ആണ്. 1/z പകരം e⁻i⁻θ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ c 1/z dz, ഇൻ്റഗ്രൽ ഓവർ സെമി സർക്കിൾ ആയതുകൊണ്ട് 0 to π. 1/z പകരം 1/z എന്ന് പറഞ്ഞാൽ e⁻i⁻θ ആണ്. dz എന്ന് പറഞ്ഞാൽ i e⁻i⁻θ dθ ആണ്. തീറ്റ ആയതുകൊണ്ടാണ് ആംഗിളിൻ്റെ വേരിയേഷൻ ഇവിടെ സെമി സർക്കിൾ, അപ്പർ സെമി സർക്കിൾ, എബോവ് സെമി സർക്കിൾ ആയതുകൊണ്ട്, യൂണിറ്റ് സർക്കിളിൻ്റെ പകുതി ഭാഗം ആയതുകൊണ്ട് നമ്മൾ 0 to π കൊടുത്തു. മനസ്സിലായല്ലോ അത്? ഇവിടെ e⁻i⁻ e⁻i⁻ കട്ട് ചെയ്ത് പോയി. i കോൺസ്റ്റൻ്റ് ആണ്. i പുറത്തെടുത്തു. i പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഇംപ്ലൈസ് i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π dθ എന്ന് വരും. ദാറ്റ് ഈസ് i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π dθ എന്ന് പറഞ്ഞാൽ തീറ്റയല്ലേ? തീറ്റ അപ് ടു ദ ലിമിറ്റ് 0 to π. ദാറ്റ് ഈസ് i പുറത്തുണ്ട്, തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ i പുറത്തുണ്ട്, തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π മൈനസ് തീറ്റയ്ക്ക് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0. ദാറ്റ് ഈസ് π മൈനസ് 0 എന്ന് പറഞ്ഞാൽ π ഇൻറ്റു i എന്ന് പറഞ്ഞാൽ πi. Okay, next 8th question from line integral. Okay, line integral and path independence. Evaluate integral over c x square minus I y square dz where c is the parabola y is equal to 2x square from 1 to 2 8. ഓക്കെ, സാധാരണ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് നമുക്ക് ഈ മൊഡ്യൂൾ ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത്, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നു? എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ സ്ക്വയർ ആയിട്ട് വന്നിരിക്കുന്നു. നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പം ഇസഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈയുടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇമാജിനറി റിയൽ പാർട്ടും കാണും, ഇമാജിനറി പാർട്ടും കാണും. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. അവിടെ കർവ് എന്ന് പറയുന്നത് എന്തുവാണ്? y = 2x സ്ക്വയർ എന്ന് പറയുന്ന കർവാണ്. അവിടെ പോയിന്റുകൾ, കർവ് എവിടം തൊട്ട് എവിടം വരെയാണ്? ഇസഡ് വേരി ചെയ്യുന്നത് 1 മുതൽ 1 to 2 8 വരെയാണ് ഇസഡിൻ്റെ വേരിയേഷൻ. എന്തുകൊണ്ട് ഇസഡിൻ്റെ വേരിയേഷനായിട്ട് ഞാൻ പറഞ്ഞു? ഇത് എക്സ് വൈ കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴല്ലേ അത് ഇസഡിനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്തുവാണ്? എക്സും വൈയും കൂടെ. ഇത് 1 എന്ന് പറയുന്നത് എക്സ്, 2 എന്ന് പറയുന്നത് വൈ. ഇവിടെ 2 എന്ന് പറയുന്നത് എക്സിൻ്റെ പാർട്ട്, 8 എന്ന് പറയുന്ന വൈ പാർട്ട്. സോ ഇസഡ് വേരി ചെയ്യുന്നത് 1 2 to 2 8 വരെയാണ്. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ y = 2x സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള മാത്രമേ തന്നിട്ടുള്ളൂ. സാധാരണ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചപ്പം മോഡ് z = r, ആറിന് പകരം നമ്പേഴ്സ് ഒക്കെ ആയിരുന്നു. അത് ഇസഡിൻ്റെ പോളാർ ഫോമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഇസഡിൻ്റെ മോഡ് z = r ആയതുകൊണ്ട് ഇസഡ് r e⁻i⁻θ എടുത്ത് ചെയ്തു. അത് പോളാർ ഫോമാണ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് വന്നിരിക്കുന്നത് എക്സിൻ്റെയും വൈയുടെയും കോമ്പിനേഷൻ ആയിട്ടാണ്. അപ്പം നമ്മളിവിടെ ഇസഡ് എടുക്കുന്നത്, ഇവിടെ നമുക്ക് ഡി ഇസഡ് കണ്ടുപിടിക്കണ്ടേ? അപ്പം നമ്മൾ ഇസഡ് ആയിട്ട് എടുക്കുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. കാര്യം ക്വസ്റ്റ്യൻ എക്സിലും വൈയുടെ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോളാർ ഫോം അല്ല, ആംഗിളിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് ഒരിക്കലും പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഒന്നീ ഈ ഫംഗ്ഷനെ എല്ലാം, ഈ ക്വസ്റ്റിനെ എല്ലാം എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹിൻറ്റ് തന്നിരിക്കുന്നത് y = 2x സ്ക്വയർ ആണെന്ന്. അപ്പം നമുക്ക് ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനെ ഞാൻ അതുപോലെ എഴുതി, i × വൈനെ ഞാൻ 2x സ്ക്വയറിന് എഴുതി. കുഴപ്പമില്ലല്ലോ. ഞാൻ ഇസഡിനെ എല്ലാം എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? എക്സിലോട്ട്. ഞാൻ ഇതിനെ എല്ലാം ഇനി ഇവിടെ മൊത്തത്തിൽ ഞാൻ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 × dx ആണ്. സോ dx പ്ലസ് 2y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x dx. ശരിയല്ലേ? എന്താണ് അവിടെ വേരിയബിൾ, അതിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡി എക്സിനകത്ത് രണ്ടിലും കോമൺ ആയിട്ടില്ലേ? ഡി എക്സ് കോമൺ ആയിട്ടില്ലേ? അപ്പം ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് 1 + 2i × 2 എന്ന് പറഞ്ഞാൽ 4ix
ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പം ഡി സെഡ് എന്തുവായി എക്സിൻ്റെ ടേംസിൽ 1 + 4i(x) dx ആയി. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് i(y²) ആണ്. അതിനെ ഞാൻ എന്തിലോട്ടാക്കുന്നു? എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ വൈനെ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് y എന്ന് പറയുന്നത് 2x² ആണ്. അങ്ങനെയാണെങ്കിൽ y² എന്താവും? 2x² ആവും. ദാറ്റ് ഈസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, x² the whole square, a raised to m the whole raised to എന്ന് പറഞ്ഞാൽ a raised to m into n, ദാറ്റ് ഈസ് 2 × 2 = 4. അപ്പം 4y² പകരം 4x raised to 4 കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ എഫ് ഓഫ് ഇസഡിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ സി x² മൈനസ് i(y²) dz ആയിരുന്നു. അതിനെല്ലാം നമ്മൾ തന്നിരിക്കുന്ന കർവ് y = 2x² പേര് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇൻ്റഗ്രൽ ഓവർ ഈ ലിമിറ്റ് ഞാൻ പിന്നെ കൊടുക്കാം. x² മൈനസ് i(y²) ഞാൻ എല്ലാം എക്സിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തുവാണ്? x² മൈനസ് i(4x raised to 4). ഓക്കെ. അത് ഇനി ഡി സെഡിനെ ഞാൻ എല്ലാം എക്സിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തുവാണ്? 1 + 4ix dx. ഓക്കെ. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇവിടെ ഇൻ്റഗ്രേഷൻ വരുന്നത്. ഇവിടെ ഇസഡ് വേരി ചെയ്യുന്നത് 1, 2 to 2, 8 വരെയാണ്. ഇത് എക്സിൻ്റെ ആളാണ്, ഇത് വൈയുടെ ആളാണ്. ഇത് എക്സിൻ്റെ ആളാണ്, വൈയുടെ ആളാണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഇവിടെ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്? 1 മുതൽ 2 വരെയല്ലേ? സോ 1 to 2. അഥവാ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ടാണ് ആക്കുന്നതെങ്കിൽ വൈയുടെ വേരിയേഷൻ ആയിരിക്കും ഇൻ്റഗ്രേഷനിൽ കൊടുക്കേണ്ടത്. വൈ വേരി ചെയ്യുന്നത് 2 മുതൽ 8 വരെയാണ്. മനസ്സിലായോ അതങ്ങനെ വന്നു എന്നുള്ളത്? ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 1 to 2. ഇൻ്റഗ്രേഷൻ്റെ അകത്ത് പ്രോഡക്റ്റ് വന്നിരിക്കുന്നു. ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം x² × 1 എന്ന് പറഞ്ഞാൽ x² ആണ്. x² × പ്ലസ് 4ix എന്ന് പറയുന്നത് പ്ലസ് 4i(x² ഉണ്ട് x ഉണ്ട്. അപ്പം 2x-ഉം 1x-ഉം കൂടെ ആകുമ്പോൾ x³ ആവും. ഇനി മൈനസ് 4x raised to 4 കൊണ്ട് 1നെ ഇതിന് 2നെ ഓപ്പൺ ചെയ്യുക. മൈനസ് i(4x raised to 4) എന്ന് പറയുന്നത് മൈനസ് i(4x raised to 4 × 1) എന്ന് പറയുന്നത് മൈനസ് i(4x raised to 4) തന്നെയാണ്. ഇനി മൈനസ് i(4x raised to 4 × 4ix). അപ്പം മൈനസ് അവിടെ വരും. മൈനസ് പ്ലസ് മൈനസ് ഇവിടെ മൈനസ് ആകത്തില്ലേ? i × i 2i ഉണ്ട്. i × i എന്ന് പറഞ്ഞാൽ i² ആണ്. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ മൈനസും ഈ പ്ലസും മൈനസും കുറഞ്ഞ് ഈ മൈനസും i²ൻ്റെ മൈനസും കുറച്ച് ചേർന്ന് പ്ലസ് ആവും. മനസ്സിലായല്ലോ? 4 × 4 എന്ന് പറഞ്ഞാൽ 16. x raised to 4 × x എന്ന് പറഞ്ഞാൽ x raised to 5 dx. മനസ്സിലായോ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിരിക്കുവാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ അല്ലെങ്കിൽ ഒന്നുകിൽ ഐയുടെ സെപ്പറേറ്റ് വയ്ക്കുക, ഐ ഇല്ലാതെ സെപ്പറേറ്റ് വയ്ക്കുക. നമുക്ക് ഡയറക്റ്റ് ചെയ്തതിന് ശേഷം ഐ ഉള്ളതും ഐ ഇല്ലാത്തതും ലാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. ആൻസറിൽ ആദ്യം നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആൻസറും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ടായിരിക്കും ലാസ്റ്റ് ആൻസറും നമുക്ക് വരുന്നത്. ഓക്കെ. ഓക്കെ. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x² ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? x³ / 3 പ്ലസ് 4i അവിടെ കോൺസ്റ്റൻറ്റ്. x³ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് x raised to 4/4 മൈനസ് 4i അവിടെ കോൺസ്റ്റൻറ്റ്. x raised to 4ൻ്റെ ഇൻ്റഗ്രേഷൻ x raised to 5/5 പ്ലസ് 16 അവിടെ കോൺസ്റ്റൻറ്റ്. x raised to 5ൻ്റെ ഇൻ്റഗ്രേഷൻ x raised to 6/6 അപ് ടു ദ ലിമിറ്റ് 1 to 2. ശരിയല്ലേ? ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം എക്സിന് ഫുള്ള് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 2³ / 3 പ്ലസ് ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്ത് പോവാം. അപ്പം 2 raised to 4 × i മൈനസ് 4i 2 raised to 5/5 2 raised ആണേ പ്ലസ് ഇവിടെ 16ഉം 6ഉം കട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ എഴുതാം. 2 raised to 6 അപ്പർ ലിമിറ്റ് ഫുള്ള് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 1 കൊടുക്കുക. അപ്പോൾ 1³ / 3 എന്ന് പറഞ്ഞാൽ 1/3 എഗെയിൻ പ്ലസ് 4ഉം 4ഉം കട്ട് ചെയ്തായിരുന്നു. i × 1 raised to 4 എന്ന് പറഞ്ഞാൽ i തന്നെയാണ്. ഇനി മൈനസ് 4i × 1 raised to 5 എന്ന് പറഞ്ഞാൽ 4i × 1 raised to 5 എന്ന് പറഞ്ഞാൽ 4i എന്നല്ലോ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 16/6 × 1 raised to 6 എന്ന് പറഞ്ഞാൽ 16/6 തന്നെയാണ്.
ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുക. ആൻസർ വരുന്നത് എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ആക്കണം. എങ്ങനെ സ്പ്ലിറ്റ് ആക്കും? ആദ്യം ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. 2³/3 2³/3 ഇവിടെ റിയൽ പാർട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ റിയൽ പാർട്ട് മാറ്റി എഴുതാം. പ്ലസ് 16/6 × 2⁻6. ഓക്കെ, ഇനി മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യും. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ -1/3 ഇത് റിയൽ പാർട്ടാണ്, ഇതും റിയൽ പാർട്ടാണ്. മൈനസ് ഇൻറ്റു പ്ലസ് 16/6 എന്ന് പറഞ്ഞാൽ -16/6. ഇതെല്ലാം കാൽക്കുലേറ്റർ ചെയ്യുക. ഇനി ഐ ഉള്ള ആൾക്കാർ ഒരുമിച്ച് എഴുതുക. പ്ലസ് I ഇൻറ്റു ഒരുമിച്ച് എഴുതുമ്പോൾ 2⁴ മൈനസ് ഇവിടെ 4 × 2⁵/5 അല്ലേ. പിന്നെ ഇവിടെ മൈനസ് ഇവിടെ I കോമൺ എടുക്കണം. അപ്പം -1 ഇവിടെ, ഇത് ഞാൻ I ഉള്ള ആളല്ലേ, അപ്പം I കോമൺ എടുക്കുമ്പോൾ -1. ഇവിടെ I കോമൺ എടുക്കുമ്പം മൈനസും പ്ലസ് ആവും, പ്ലസ് 4/5. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 1511 / 3 511 / 3 കിട്ടും. ഇവിടെ I ഇൻറ്റു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49/5 എന്ന് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക കേട്ടോ.